തുടർച്ചയായി വിമാനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരെ വളരെ ഭയപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങളാണ് ഓരോ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വാർത്തയാണിപ്പോൾ ഗ്രീസിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഗ്രീസിലെ കോർഫുവിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ വലത് എഞ്ചിന് തീ പടർന്ന ജർമ്മൻ വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ്. 273 പേരായിരുന്നു ആ വിമാനത്തിലെ യാത്രക്കാർ. വിമാനത്തിന്റെ ചിറകിലായിരുന്നു തീ കണ്ടത്. പിന്നാലെ വിമാനം ഇറ്റലിയിലാണ് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത്. അതേസമയം വിമാനത്തിലെ യാത്രക്കാരെ ഒരു ദിവസം അതേ വിമാനത്തിൽ തന്നെ താമസിപ്പിച്ച ശേഷം പിറ്റേ ദിവസമാണ് ഡസൻഡോർഫിലേക്ക് അയച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ജർമ്മൻ ബജറ്റ് കാരിയറായ കോണ്ടോറിൽ 273 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് അപകട സമയത്ത് ഉണ്ടായിരുന്നത്. ശനിയാഴ്ച രാത്രി ഗ്രീസിലെ കോർഫുവിൽ നിന്ന് ഇറ്റലിയിലെ ഡസൻഡോർഫിലേക്ക് പറന്നുയർന്ന ഉടനെ തന്നെ വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ തീപിടിച്ചെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം യാത്രക്കാരെല്ലാം ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പുറപ്പെട്ട ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ തീപിടിച്ചത്.